الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد സഹോദരന്മാരെ, ഇപ്പോൾ നടക്കുന്ന സലഫി ലോകത്ത് നടക്കുന്ന ഒരു ഫിത്നയെ കുറിച്ചിട്ട് സക്കരിയ സ്വലാഹി ഒരു സംസാരം നടത്തുന്നത് കേൾക്കാനിടയുണ്ടായി. അത് വളരെ ഖേദകരമാണ്. സക്കരിയ സ്വലാഹി അങ്ങനെ പറയുന്നത്. അദ്ദേഹം ഇതിന്റെ തുടക്കത്തിൽ പറയുന്നത്, ഷെയ്ഖ് യഹ്യ അൽ ഹജൂരി ഹഫ്ളഹുല്ലാ എന്ന് പറയുന്ന വ്യക്തി ജർഹ് വ തഅദീലിൽ അതിര് കവിഞ്ഞ ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ വ്യക്തി ഒരുപാട് ആളുകളെ, അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരുപാട് ആളുകളെ മുബ്തദിയാക്കിയിട്ടുണ്ട്, കാഫിറാക്കിയിട്ടുണ്ട്. സക്കരിയ സ്വലാഹി വളരെ വളരെ നിസ്സാരമായ വാക്കുകളിലൂടെ അത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എത്ര വലിയ ആരോപണങ്ങളാണ്. ഇദ്ദേഹം ആരാണ് അഹ്ലുസുന്നത്തിൽപ്പെട്ട ആളുകളെ കാഫിറാക്കിയിട്ടുള്ളത്? സഹാബികളെ കുറ്റം പറയുന്ന, ഇസ്ലാം ദീനിനെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന റാഫിളുകളെ കാഫിറാക്കിയതാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറയുന്നു ഒരുപാട് ആളുകളെ മുബ്തദിയാക്കിയിട്ടുണ്ട് അഹ്ലുസുന്നത്തിന്റെ. ആരെ? അത് ആരാണെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. എന്നല്ലാതെ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് ജനങ്ങളെ വസ്വാസിലാക്കരുത്. ജനങ്ങൾ ധരിക്കുന്നത് ഇദ്ദേഹം റോഡിൽ അങ്ങനെ പോകുന്ന മുഴുവൻ ആളുകളെയും പിടിച്ച് കാഫറും മുബ്തദിയാക്കുന്ന ഏതോ ഒരു വൃത്തികെട്ട വ്യക്തിയെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ആലിമിനെ കുറിച്ച് ഒരിക്കലും തന്നെ ഇങ്ങനെ പറയാൻ പാടുള്ളതല്ല. ഒരു ആലിമിനോട് കാണിക്കേണ്ട ബഹുമാനം അദ്ദീനു നസീഹ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഹദീസിൽ കാണാവുന്നതാണ്. എന്തൊക്കെ ബഹുമാനം കാണിക്കണമെന്നുണ്ട്, അവരോട് എങ്ങനെ സംസാരിക്കണം, അവരെ കുറിച്ചിട്ട് എങ്ങനെ പ്രചരിപ്പിക്കണം. അവർ ഇൽമിന്റെ വാഹകരാണ്. അവരെ കുറിച്ചിട്ട് മോശമായിട്ട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്. വലിയൊരു ആരോപണം. എന്നാൽ അതിന് അദ്ദേഹത്തിനൊരു ദലീലും അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം ആളുകളെ വസ്വാസിലാക്കുകയാണെന്ന് ആണ് നിങ്ങൾക്ക് സംശയമുള്ളത്. അദ്ദേഹം ഈ വിഷയത്തിൽ, ഈ ഫിത്ന ഉണ്ടാവുന്ന ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത്, യമനിൽ നിന്ന് പോയ ഉടൻ വന്ന് ആദ്യം കണ്ണൂർ സിറ്റിയിൽ വന്ന് ക്ലാസ് എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ യമൻ വിഷയത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഞങ്ങളൊരു പ്രത്യേക നിലപാടെടുക്കുന്നില്ല, ഞങ്ങൾ ഒന്നും ഒരു കൂട്ടത്തിലേക്ക് ഞങ്ങൾ ചായുകയില്ല എന്നൊക്കെ പറയുകയുണ്ടായി. എന്നാൽ അദ്ദേഹം ആണെങ്കിലോ, അദ്ദേഹം ഈ ഫിത്നയുടെ ആളുകൾ സംസാരിക്കുന്ന എല്ലാ സംസാരങ്ങളും, ഷെയ്ഖ് യഹ്യ അൽ ഹജൂരി ഫിത്നക്കാരനാണ്, അദ്ദേഹം സഹാബികളെ മോശമാക്കി പറഞ്ഞിട്ടുണ്ട് എന്ന് തുടങ്ങിയ പല കാര്യങ്ങളും അദ്ദേഹം പല ആളുകളെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഏതുവരെ എന്ന് പറഞ്ഞ അദ്ദേഹം ഹറമിലെത്തി. അവിടെ നിന്നിട്ട് പോലും അദ്ദേഹം ഈ സംസാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ആളുകൾ ഷെയ്ഖ് യഹ്യ അൽ ഹജൂരി വലിയ ഫിത്നക്കാരനാണ് എന്നുള്ള സംസാരം വളരെ ഖേദകരമാണ്. ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ആ വിഷയം കൃത്യമായിട്ട് പഠിച്ച ഒരാളാണ് സക്കരിയ സ്വലാഹി. സക്കരിയ സ്വലാഹി പറയുന്നുണ്ട്, ഇവർ രണ്ടു കൂട്ടർ ഞങ്ങൾക്ക് ബുക്കൊക്കെ തന്നിട്ടുണ്ട്, ഞങ്ങൾ അതൊന്നും നോക്കിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അത് സക്കരിയ സ്വലാഹിയോട് പറയുന്നത് അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരല്ലോ. സക്കരിയ സ്വലാഹി ഇങ്ങനെയാണ് പറയേണ്ടത്, ഞാൻ അവരെ വിളിച്ചു വരുത്തി, അവരെന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, അങ്ങനെ ഞങ്ങൾ ഈ ഷെയ്ഖ് യഹ്യ അൽ ഹജൂരിക്കുള്ള റദ്ദിന്, ഷെയ്ഖ് യഹ്യ അൽ ഹജൂരിയെ കുറ്റപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അദ്ദേഹം മുക്തനാണെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുകയും ഇത് ഞാൻ പൊതുവേദിയിൽ സംസാരിക്കട്ടെ എന്ന് വരെ സക്കരിയ സ്വലാഹി ചോദിച്ചിട്ടുണ്ട്. പിന്നീട് എന്താണെന്ന് അറിയില്ല, അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ ഒരു മനം മാറ്റം, എന്നിട്ടാണ് ഞാൻ അതൊന്നും പഠിച്ചിട്ടില്ല, അത് രണ്ടു കൂട്ടരും തന്നിട്ടുണ്ട് എന്ന് മാത്രം ഒതുക്കി സംസാരിച്ചിരിക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. ഇനി അദ്ദേഹം പറയുന്നത് യമനിലുള്ള ദഅവയെ ഭിന്നിപ്പിച്ചു എന്നുള്ളതാണ്. ഷെയ്ഖ് യഹ്യ അൽ ഹജൂരി യമനിലുള്ള നല്ലൊരു ദഅവയെ ഭിന്നിപ്പിച്ചു എന്നുള്ളതാണ്. ഒരു അടിസ്ഥാനം ഇല്ലാത്തൊരു ആരോപണമാണ്. എന്താണ് ദഅവത്തിനെ ഭിന്നിപ്പിക്കുക എന്ന് പറയുന്നത്? അതിനുമുമ്പ് സക്കരിയ സ്വലാഹിനോട് ഒരു കാര്യം പറയാം. സക്കരിയ സ്വലാഹി നാട്ടിലുള്ള ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ അവസാനം ഉണ്ടായിരുന്ന ഒരു വിഭാഗമുണ്ട്, സുന്നത്തിനോട് കുറച്ചൊക്കെ അടുത്ത് നിൽക്കുന്നുവെന്ന് അവർ പറയുന്ന, അവർ പറയുകയാണ്, സക്കരിയ സ്വലാഹി നാട്ടിലെ ഇപ്പോൾ ദഅവത്ത് ഭിന്നിപ്പിച്ചു, ഒരുപാട് ആളുകളെ നല്ലതായിട്ട് നോട്ടീസ് കൊടുക്കാനും പോസ്റ്റർ ഒട്ടിക്കാനൊക്കെ നിന്ന കുറെ കുട്ടികളും യുവാക്കളൊക്കെ ഇപ്പൊ മാറിയിരിക്കാൻ തുടങ്ങി, ഇത് ദഅവത്തിനെ ഭിന്നിപ്പിച്ചു, ഇവിടുത്തെ സലഫി ദഅവത്തിനെ ഭിന്നിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സക്കരിയ സ്വലാഹി എന്താണ് മറുപടി പറയുക? ഇത് തന്നെയാണ് അവിടെയും പറയാനുള്ളത്. ഷെയ്ഖ് യഹ്യ അൽ ഹജൂരി ഹഫ്ളഹുല്ലാ അവിടെ ഫിത്ന ഉണ്ടാക്കിയ പല ആളുകൾക്കെതിരെ നടപടിയെടുത്തപ്പോൾ, ഷെയ്ഖ് മുഹമ്മദ് ഇമാമിനെ പോലെയുള്ള ആളുകൾക്കെതിരെ ചില വിഷയത്തിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തെറ്റുകൾ തിരുത്തിയപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്? ഷെയ്ഖ് യഹ്യ അൽ ഹജൂരി ഇതാ ഷെയ്ഖ് മുഖ്ബിലിന്റെ ശിഷ്യന്മാരെയൊക്കെ തിരുത്തുന്നു, ഷെയ്ഖ് മുഖ്ബിലിന്റെ ശിഷ്യന്മാരെയൊക്കെ ആക്ഷേപിക്കുന്നു. ഇത് വളരെ വലിയ ആരോപണങ്ങൾ പറയണ്ടായി. എന്നാൽ എന്താണ് ഇന്നത്തെ അവസ്ഥ? ഇന്ന് ആ മുഹമ്മദ് ഇമാം എന്ന് പറയുന്ന ആൾ, മുഹമ്മദ് ബിൻ അബ്ദുല്ല അൽ ഇമാം എന്ന് പറയുന്ന ആൾ, എന്താണ് അവസ്ഥ? ഇന്ന് ദുബായിലുള്ള, സൗദിയിലുള്ള ഉബൈദ് അൽ ജാബിരിയെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിനെ കൃത്യമായിട്ട് എന്ത് ചെയ്തു? വിമർശിച്ചിട്ടുണ്ട്. ഇന്ന് ഒരുപാട് ആളുകൾ, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ മുഖദ്ദിമ എഴുതിയ കിതാബ് അടക്കം വന്നു. എന്ത് കാരണത്തിലാണ്? മുഹമ്മദ് ഇമാം എന്ത് ചെയ്തു? ഈ റാഫിളുകൾ
നമ്മൾ മുസ്ലിങ്ങളാണ്, സഹോദരന്മാരാണ് എന്നൊക്കെ പറഞ്ഞപ്പോ വളരെ കൃത്യമായിട്ട് ഇപ്പോ ഉബൈദ് അൽ ജാബിരിയൊക്കെ അദ്ദേഹത്തിനെ വിമർശിച്ചു, ഖണ്ഡിച്ചു. ഏതുവരെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുബ്തദിയാണ്, ഇഖ്വാനിയാണ്, ളാലാണ്, ഏതുവരെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തല വെട്ടണമെന്ന് വരെ പറഞ്ഞാണ്. അപ്പോ അതാണ് അവസ്ഥ. അപ്പൊ ഇന്ന് ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ മുഹമ്മദ് ഇമാമിനൊക്കെ പ്രതികരിച്ചപ്പോ എന്ത് ചെയ്തു, ഇവരൊക്കെ പറയാൻ തുടങ്ങി, എന്നാല് മുഹമ്മദ് ഇമാമിനൊക്കെ പ്രശ്നമുണ്ട്. നേരത്തെ ഷെയ്ഖ് യഹ്യ ഒറ്റയ്ക്ക് പ്രതികരിച്ചപ്പോ ഷെയ്ഖ് യഹ്യ അഹ്ലുൽ സുന്നത്തിൽപ്പെട്ട ആളുകളെ അന്യായമായി മുബ്തദിയാക്കുന്ന ആളുകളാണ് എന്നൊക്കെയായിരുന്നു പരാതി. അതുകൊണ്ട് തന്നെ സക്കരിയ സ്വലാഹി നാട്ടിൽ വന്നപ്പോൾ എന്താണ് പറഞ്ഞത്, ആരും ഷെയ്ഖ് യഹ്യന്റെ അവിടേക്ക് പോകരുത്, യമനിൽ പോയിട്ട് വന്നതിന് ശേഷം ഷെയ്ഖ് യഹ്യന്റെ അവിടെ പോകരുത്, മുഹമ്മദ് ഇമാമിന്റെ മാബറിലേക്കാണ് പോകേണ്ടത്, അവിടെയാണ് അവരൊക്കെയാണ് യഥാർത്ഥ ശിഷ്യന്മാർ, ഷെയ്ഖ് മുഖ്ബിലിന്റെ യഥാർത്ഥ ശിഷ്യന്മാർ. ഷെയ്ഖ് യഹ്യക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. ഇനിയിപ്പോ എന്ത് പറയാനുണ്ട്, എന്ത് സംസാരിക്കാനുണ്ട്? ഇന്നിപ്പോ സൗദിയിലുള്ള മുഴുവൻ ആളുകളൊക്കെ അതിനെതിരെ എതിർത്തപ്പോ പിന്നീട് അദ്ദേഹത്തിന് അത് ഒന്നും സംസാരിക്കാനില്ല. അപ്പൊ ഇവര് കൃത്യമായിട്ട് ദലീലല്ല നോക്കുന്നത്, ആളുകളുടെ എണ്ണമാണ്. ഒരാള് ഒരു വിഷയം മറ്റൊരു ആളെ എതിർക്കുമ്പോൾ ദലീലല്ല. ഇപ്പൊ ഷെയ്ഖ് യഹ്യ ഒറ്റയ്ക്കൊരു സൈഡാണ്, മറ്റുള്ളവർ ഒരുപാട് സൈഡാണ്, അങ്ങനെയാണ് നോക്കുന്നത്, അല്ലാണ്ട് ദലീലല്ല. ഇത് യഥാർത്ഥത്തിൽ ജാഹിലിയത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ്. ഇത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മസായിലുൽ ജാഹിലിയയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജാഹിലിയത്തിൽ അങ്ങനെയായിരുന്നു, ഒരുപാട് ആളുകൾ ഉള്ളതാണ് ഹക്ക് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്, അല്ലാതെ ദലീലല്ല. നമ്മൾ ദലീലാണ് നോക്കേണ്ടത്. ഷെയ്ഖ് യഹ്യ അൽ അജൂരി ഏത് വിഷയത്തിലാണ് പറഞ്ഞത്? പിന്നീട് സക്കരിയ സ്വലാഹി പറയുന്നത് ഷെയ്ഖ് യഹ്യ അൽ അജൂരി ഒരുപാട് കിതാബുകൾ പലതും വന്നിട്ടുണ്ട്, എന്താണെന്ന് എന്ന് പോലും പറയാൻ തയ്യാറാവുന്നില്ല. കാരണം ഒരുപക്ഷെ ആ വിഷയം ചർച്ച ചെയ്തതിനാൽ ജനങ്ങൾ ഈ ആയബാദുള്ള വിഷയം മനസ്സിലാക്കിയതിനെക്കാട്ടിയും എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കും. കാരണം അത്രയും ക്രൂരമായ ആരോപണങ്ങളാണ് ഷെയ്ഖ് യഹ്യ അൽ അജൂരിക്കെതിരെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിനൊക്കെതിരെ വിമർശിച്ചിട്ടുണ്ട്. ഏതാണ് സക്കരിയ സ്വലാഹി ഏതെങ്കിലും ഒരു വിഷയം വ്യക്തമായി ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? ഒരിക്കലും തന്നെ തയ്യാറാവുകയില്ല. ഇനി ആവുകയാണെങ്കിൽ തന്നെ വളരെ കൃത്യമായിട്ട് ജനങ്ങൾ അത് മനസ്സിലാക്കുകയും ചെയ്യും. ഒരു ഉദാഹരണത്തിന് മാത്രം ഞാൻ പറയാം. അദ്ദേഹത്തിന് അഹ്കാമുൽ ജുമയുടെ വിധിവിലക്കുകൾ എന്നുള്ള ഒരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം രണ്ടാം ബാങ്കിന്റെ വിഷയത്തിൽ ജുമാ ദിവസം നടക്കുന്ന, പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ, തൗഹീദുള്ള മലയാളികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു വിഷയമാണ്. നമ്മൾ ആരും ആ വിധേയത്ത് ഇവിടെ കൊണ്ടാടുന്ന ആളുകളല്ല. അതിനെ നമ്മൾ പലതരത്തിലുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷാഫി പറഞ്ഞ കൗലും അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പല കൗലും പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഇജ്തിഹാദിൽ ഉണ്ടായതാണ്, അത് നമ്മൾ എടുക്കേണ്ടതില്ല എന്നുള്ള പല വിഷയം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബാഗ് എന്ന് പറയുന്ന കാര്യം ബിദ്അത്താണ്. അത് പറഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു, ഷെയ്ഖ് യഹ്യ അൽ അജൂരി ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുബ്തദിയാക്കി എന്ന് പറഞ്ഞ ക്രൂരമായ, സഹാബികളെ കുറ്റം പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരാൾ ദീനിൽ നിന്ന് കുഫറിലെത്തുന്ന ഒരു വാദം ഷെയ്ഖ് യഹ്യ അൽ അജൂരിക്കെതിരെ ആരോപിക്കുകയാണ്. സക്കരിയ സ്വലാഹി ആലോചിക്കണം, ഇതുപോലത്തെ ഒരു അവസ്ഥ ഇദ്ദേഹത്തിന് ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇദ്ദേഹം ജിന്നി വിഷയത്തിൽ യായ്ബ അല്ലാഹ് എന്ന് പറയുന്ന ദുർബലമായ ഹദീസ് അത് ചർച്ച ചെയ്തപ്പോ ആളുകൾ പറഞ്ഞു, അദ്ദേഹം മരുഭൂമിയിലെത്തിയപ്പോൾ ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അപ്പുറത്തും ഇപ്പുറത്തും കോട്ടി മാറ്റിയിട്ട് ക്ലിപ്പുകൾ ഉണ്ടാക്കി. കേൾക്കുന്ന പല ആളുകളും അങ്ങനെ ധരിച്ചുപോയി. അപ്പൊ സക്കരിയ സ്വലാഹി എന്ത് പറഞ്ഞു, ഞാനിന്ന് ഇവിടെ ഇല്ലേ, ഞാൻ ജീവിച്ചിരിക്കല്ലേ, എന്റെ അടുത്ത് ഒന്ന് ചോദിച്ചൂടെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇപ്പോഴോ ഇതേപോലെ തന്നെ അഹ്കാമുൽ ജുമുഅ എന്ന് പറയുന്ന കിതാബിൽ അപ്പുറത്തും ഇപ്പുറത്തും കട്ട് ചെയ്ത് പല സലഫി ലേബലിൽ പ്രത്യക്ഷപ്പെടുന്ന വ്യാജന്മാരായ സലഫി പബ്ലിക്കേഷൻസ് എന്നൊക്കെ പറയുന്ന എസ്പബ്സ് എന്നൊക്കെ പറയുന്ന സൈറ്റുകൾ അദ്ദേഹത്തിനെ ഷെയ്ഖ് യഹ്യ അൽ അജൂരിനെ കരിവാരിത്തേക്കാൻ വേണ്ടിയിട്ട് ഇതാ സ്വഹാബികളെ കുറ്റം പറയുന്നു, ഇതാ രണ്ടാം പങ്ക് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ചെയ്ത ആളെ മുബ്തദിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അടിസ്ഥാനമില്ലാത്ത വാക്കുകൾ. എന്നാൽ ഇവർക്ക് അറിയുന്നുണ്ടോ ഈ വിഷയത്തിൽ ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ഇതേ നിലപാടാണ്. എന്നാൽ ഇവർ തയ്യാറാവുമോ? ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാഹ് രണ്ടാം ഭാഗം ബിദ്അത്താന്ന് പറഞ്ഞത് കാരണം ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാഹ് ഉസ്മാനുള്ളാഹിനെ മുബ്തദിയാക്കി? ഒരിക്കലില്ല. ഷെയ്ഖ് യഹ്യ അൽ അജൂരി പോലും ഈ വിഷയം അവിടെ കൈകാര്യം ചെയ്യും ഉസ്മാനുള്ളാഹിന്റെ ഫള് പറഞ്ഞിട്ടാണ് അവിടെ തുടങ്ങുന്നത് തന്നെ. സഹോദരന്മാരെ ആലോചിച്ച് നോക്ക്, സഹാബികൾ ആരെങ്കിലും കുറ്റം പറയോ? അൽ ഉസ്മാൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന സഹാബിയാണ്. ലാ തസുബു അസ്ഹാബി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അഹ്ലുസ് സുന്നത്തിൽപ്പെട്ട ഏതൊരു ചെറിയ ആളുകൾക്ക് അറിയുന്ന കാര്യമാണ്. ഈ ആരോപണം, ക്രൂരമായ ഈ ആരോപണം, ഒരാൾ ദീനിൽ പുറത്തു വന്ന ആരോപണം ഷെയ്ഖ് യഹ്യ അൽ അജൂരിക്കെതിരെ ആരോപിക്കുക, അതും പാടി നടക്കുക. നിങ്ങൾക്കറിയോ ഈ അഹ്കാമുൽ ജുമുഅ എന്ന് പറയുന്ന കിതാബിന് മുഖദ്ദിമ എഴുതിയത് ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുള്ളയാണ്. വളരെ കൃത്യമായിട്ട് അദ്ദേഹം അതിന് മുഖദ്ദിമ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കറിയാം ഈ വിഷയം തന്നെ ഒരൊറ്റ വിഷയം മാത്രമാണ് പറയുന്നത്. ഈ വിഷയം തന്നെ നിങ്ങൾക്കറിയാം, ഇതൊരു ഓഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാഹ് ഈ ബാങ്കിനെ കുറിച്ച് ചോദിക്കുന്നതും അത് ഷെയ്ഖ് യഹ്യ അൽ അജൂരി ആ ദർസിൽ നിന്ന് ഉത്തരം പറയുന്നതും ഉടൻ തന്നെ ജസാക്കല്ലാഹു ഖൈർ യാ അബ്ദുറഹ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാഹ് ഷെയ്ഖ് യഹ്യ പുകഴ്ത്തുന്നു. അപ്പൊ ഇവർക്കൊന്നും പറയാനില്ല. ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാഹ് ഉസ്മാനുള്ളാഹിനെ മുബ്തദിയാക്കിയിട്ടില്ല. കാരണം ഇതങ്ങനെയാണ്, ഒരാൾ മരിച്ച് ആ ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലയുടെ കാലത്തും അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആളുകൾ ആക്രമിക്കായ ആളുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മരണപ്പെട്ട ശേഷം എല്ലാവരും അദ്ദേഹത്തിന്റെ ആൾ. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പല ആളുകൾ അങ്ങനെയാണ്. ഉമർ മൗലവി ഉണ്ടായിരുന്ന കാലത്ത് കുറെ ആളുകൾ ഉമർ മൗലവിനെ കുറ്റപ്പെടുത്താനൊക്കെ ആൾക്കാരുണ്ടായി. അദ്ദേഹം മരിച്ചപ്പോൾ എല്ലാവരും ഉമർ മൗലവിന്റെ ആളുകളാക്കിയിട്ടാണ്. അത് ആ രീതിയിലുള്ള വേറൊരു
പതിപ്പായിട്ടാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളത്. ഇത് ഒരിക്കലും ശരിയല്ല. ഇതുപോലെ ഒരുപാട് ആരോപണങ്ങളാണ് ഇതിന്റെ ആളുകൾ കൊണ്ട് നടക്കുന്നത്. ഷെയ്ഖ് ഫൗസാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാർ ഒരിക്കലുമില്ല ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ ഷെയ്ഖ് അൽ ഹജൂരിനെ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല ഈ വിഷയത്തിൽ. അദ്ദേഹത്തിന് ഉണ്ടാകുന്ന പലതരം വസ്വാസുകൾ പണ്ഡിതന്മാർ ഇന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ഡിതന്മാരെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഷെയ്ഖ് യഹ്യ ഹജൂരി പറഞ്ഞതാണ് എന്ന് അറിയിക്കാതെ പലതരത്തിൽ ചോദിച്ചിട്ട് ഒരു ഉത്തരം വാങ്ങി. എന്നിട്ട് അതിനുശേഷം പോലും ഷെയ്ഖ് ഫൗസാനും ഹഫിളഹുല്ലയും ഷെയ്ഖ് യഹ്യ അൽ ഹജൂരി ഹഫിളഹുല്ലയൊക്കെ അവിടെ വന്നിട്ട് സംഭാഷണം നടത്തുകയും സൗദിയിൽ അവർ പരസ്പരം കാണുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതേപറ്റി ചോദിക്കുമ്പോൾ ഇവർക്കൊന്നും വേണ്ടാട്ടില്ല. അപ്പൊ സഹോദരന്മാർ ഇതൊരിക്കലും ശരിയായ നിലപാടല്ല. വ്യക്തമായിട്ട് പഠിക്കണം. സക്കരിയ സ്വലാഹി ഈ വിഷയത്തിൽ പറയുന്ന നിലപാട് ഒരിക്കലും ശരിയല്ല. സക്കരിയ സ്വലാഹി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖ് യഹ്യ അൽ ഹജൂരി ഹഫിളഹുല്ലയുടെ തുല്ലാബുകൾ ഒരുപാട് സ്ഥലത്ത് ആഴ്ച നടത്തുന്നുണ്ട്. അവിടേക്ക് പോകുന്ന നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ ആളുകളൊക്കെ തടയുകയാണ്. ശ്രീലങ്കയിലേക്ക് നവാസ് അൽ ഹൻഡി ഹഫിളഹുല്ലയുടെ അടുത്തേക്ക് പോകുന്ന ആളുകളെ തടയുന്നു. അതുപോലെ തന്നെ മലേഷ്യയിലേക്ക് പോകുന്ന ആളുകൾക്ക് അങ്ങോട്ട് പോകണ്ട എന്ന് പറയുന്നു. ഇതൊരിക്കലും ശരിയായ ഒരു രീതിയല്ല. അദ്ദേഹത്തിന് ഇൽമിനെ തടയലാണ്. ഇതെങ്ങനെയാണ് ശരിയാവുക? ഇൽമിനെ തടയുന്നത് എന്ത് കാരണമാണ് ഇവർ പറയാനുള്ളത്? ഇവർ പറയാണ് നമ്മൾ അങ്ങനെ ഒന്നിലേക്കില്ല. എന്നാൽ ഒന്നിലേക്കില്ല എന്ന് പറയുന്നുണ്ട് സക്കരിയ സ്വലാഹി. അതോടൊപ്പം ആളുകളടുത്തൊക്കെ ഹജൂരി, ഇവരിൽപ്പെട്ട പല ആളുകളും നമ്മളെ അഹ്ലുസുന്നത്തിൽപ്പെട്ട നമ്മളെ ഹജൂരികൾ നേരെ വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്ത് വലിയ ഗൗരവമായ കാര്യമാണ് ഇവർ ചെയ്യുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പല്ലേ ഇവർക്ക് ഈ അനുഭവം ഉണ്ടായത്. ഈ നാട്ടിൽ ഒരുപാട് ആളുകൾ ഒരു വശത്തു കൂടി ഇദ്ദേഹത്തിന്റെ സക്കരിയാക്കളെന്നും ചിന്നൂരികളെന്നും വിളിച്ചപ്പോ അതിവർക്ക് മറന്നുപോയി. അന്ന് ഇവർ ഹക്കും ബാത്തിലും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു. ഇന്ന് അവരൊക്കെ മറന്നുപോയി. ഇന്നും ഒരു ഹക്കും ബാത്തിലും ഒരു ദലീലും നോക്കാതെ ഇവർ പറയാൻ തുടങ്ങി. എന്നിട്ട് ഞങ്ങൾ ഒന്നിലേക്കില്ല, എന്തെങ്കിലും പറയുമ്പോൾ ഞങ്ങൾ ഒന്നിലേക്കില്ല, ഞങ്ങൾ ഇങ്ങ് ഓടിക്കുക. എന്നാൽ സകല ആളുകൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഹറമിൽ നിന്ന് കണ്ടാൽ പോലും ഇദ്ദേഹം ഈ വിഷയം ആളുകളോട് പറയുന്നുണ്ട്. ഏതുവരെ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനായ ഒരു തലശ്ശേരിയിൽ ഒരാളോട് ഇദ്ദേഹം പറഞ്ഞു, ഇവർ അലൂലുമാരുമായിട്ടും ഇവരായിട്ടൊന്നും ഒരിക്കലും ബന്ധപ്പെടരുത്. സുബൈർ മൗലവിന്റെ ആണെങ്കിൽ ആയിബാദുള്ളക്ക് മുമ്പുള്ളതൊക്കെ പോയിട്ട് കേട്ടോ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അവസാനം അവനെന്തുണ്ടായി? അവൻ ഈ സുബൈർ മൗലവിന്റെ പിഴച്ച ദർസുകൾ കേട്ടിട്ട് അവസാനം ഇപ്പൊ അവൻ ഈ ആയിബാദുള്ള വിഷയത്തിൽ അവൻ പറയുന്നത് സക്കരിയ സ്വലാഹിയൊക്കെ ഷിർക്കിന്റെ ആളുകളാണ്, ജിന്നിനോട് തേടുന്ന ആളുകളാണെന്നുള്ള നിലയിൽ വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ അത്രയും ഗൗരവമാണ് കാര്യങ്ങൾ. ഇത് സക്കരിയ സ്വലാഹി ഈ വിഷയത്തിൽ കൃത്യമായിട്ട് നിലപാടെടുത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും. അതല്ല ഇനി ഞങ്ങൾ സംഘടനയിൽ നിന്നൊക്കെ മാറി നിന്ന് അങ്ങനെ ആയി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവണമെങ്കിൽ ഹക്കും ബാത്തിലും കൃത്യമായിട്ട് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് സക്കരിയ സ്വലാഹി ഈ വിഷയങ്ങളൊക്കെ പഠിക്കുകയും വിഷയങ്ങളൊക്കെ മനസ്സിലാക്കുകയും പൊതുവേദിയിൽ വരെ ഞാനിത് പറയുന്നവരെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ എന്ത് ഉണ്ടായി? സക്കരിയ സ്വലാഹി വ്യക്തമാക്കണം. ഏത് വിഷയത്തിൽ ഒലിവുണ്ടായി? ഏത് അഹ്ലുസുന്നത്തിൽപ്പെട്ട ആളെയാണ് തബ്ദീഅ് ചെയ്തത്? മുഹമ്മദ് ഇമാമിന്റെ ആണെങ്കിൽ ഞാനത് പറഞ്ഞു കഴിഞ്ഞു. മുഹമ്മദ് ഇമാമിന് ഷെയ്ഖ് യഹ്യ അൽ ഹജൂരി മുമ്പേ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ലോകത്തെല്ലാവരും വിമർശിച്ചപ്പോ ഇപ്പോ പ്രശ്നമില്ല. അങ്ങനെ ആരെയാണ് നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം. ജനങ്ങളെ വസ്വാസിലാക്കുന്നത് ഒരിക്കലും ശരിയല്ല. പ്രത്യേകിച്ചും ഇങ്ങനെ ആളുകളെ ഭിന്നിപ്പിക്കുക എന്നുള്ളത് സലഫിയത്തിലേക്ക് ഒരുപോലെ ആഗ്രഹിക്കുന്ന, സലഫിയത്തിലേക്ക് വരാൻ ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ മനസ്സുകളെ ഭിന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഈ വിഷയം കൃത്യമായിട്ട് ഗൗരവത്തോടെ ആലോചിക്കുന്നില്ല? ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ആരുടെ സപ്പോർട്ട് പോകുന്നതാണ് ഭയപ്പെടുന്നത്? നമ്മുടെ സഹോദരൻ സാജിദുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടായാൽ സാജിദുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ മറ്റ് സംഘടനക്കാർ നിങ്ങളെ മംഗളത്തൊരീക്കത്തായിട്ട് കൂട്ടിച്ചേർക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? ഒരിക്കലും വേണ്ട. ഒരിക്കലും അതിന്റെ ആവശ്യമില്ല. നമ്മൾ ആരെയാണ് പഠിപ്പിക്കുന്നത്? നമ്മൾ അള്ളാഹുവിന്റെ വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു ആക്ഷേപകന്റെ ആക്ഷേപം നമ്മൾ ഭയപ്പെടാൻ പാടില്ല. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾക്ക് എന്താണ് ഹക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് പറയണം. അതിനൊരാളെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ ആയാൽ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദഅവത്തിനും നമ്മുടെ ഇൽമിനൊക്കെ ബർക്കത്തും അതുപോലെ തന്നെ പ്രതിഫലവും നമുക്ക് നൽകുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നശിച്ചു പോകാനുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാതരം ഫിത്നകളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ വിഷയങ്ങൾ പഠിക്കാനും കൃത്യമായിട്ട് ഐക്യത്തോടുകൂടി സലഫിയത്ത് നമ്മുടെ നാടുകളിൽ പ്രചരിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് തരട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദി وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.